നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് ഈവനിംഗിലേക്ക്. മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് ഇന്ന് 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയുണ്ട് എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കാസർഗോഡ് മുതൽ എറണാകുളം വരെ മുഴുവൻ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പെരിയാറും ചാലക്കുടിയും ഉൾപ്പെടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക നദികളും കരകവിഞ്ഞൊഴുകുകയാണ്. ആലുവ ശിവക്ഷേത്രം ഇന്ന് വെള്ളത്തിനടിയിലായി. ജലനിരപ്പ് ഉയർന്നതോടെ ചെറു ഡാമുകൾ തുറന്നിരിക്കുന്നു. ഇടുക്കി ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിൽ മണ്ണിടിഞ്ഞ് ഫീഡറുകൾ തകർന്നു. മഴക്കെടുതികളുടെ തത്സമയ വിവരങ്ങളാണ് ഇന്ന് ഈ വൈകുന്നേരം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് വലിയ ശക്തമായ മഴയുണ്ടാകും എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭാഗമായും ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും അധികം മഴക്കെടുതികൾ അനുഭവിക്കുന്ന ഇടങ്ങളിൽ നിന്നുള്ള തത്സമയ റിപ്പോർട്ടുകൾ നമുക്ക് ദുരിതബാധിത മേഖലയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നുമുള്ള ഈ ദിവസത്തെ മഴക്കെടുതികളുടെയും അതോടൊപ്പം തന്നെ ജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. തത്സമയ വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്ന് 24 പ്രതിനിധികൾ തയ്യാറാവുകയാണ്. സ്വാഗതം ന്യൂസ് ഈവനിംഗിലേക്ക്. നമുക്ക് ആദ്യം പോകാനുള്ളത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്തെ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുന്നു എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. മുക്കോലക്കൽ കാന്താരി ഹോട്ടലിന്റെ മതിലിടിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ മാർത്താണ്ഡം സ്വദേശി രാജലക്ഷ്മിക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, തിരുവനന്തപുരത്ത് ഏതൊക്കെ മേഖലകളിലാണ് ശക്തമായ മഴ ഇപ്പോഴുള്ളത്? എവിടെയൊക്കെയാണ് മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ആളുകൾക്ക് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്? എന്താണ് അജീഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, തിരുവനന്തപുരത്ത് ഇന്നലെ അർദ്ധരാത്രി വരെയായിരുന്നു ശക്തമായ മഴയുണ്ടായിരുന്നത്. രാവിലെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് കുറയുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തിട്ടില്ല, കാര്യമായ മഴ പെയ്തിട്ടില്ല. നഗരമേഖലയിൽ മഴ ഒട്ടും പെയ്തിട്ടില്ല. ചില ഗ്രാമങ്ങളിൽ ചില ഒറ്റപ്പെട്ട മഴ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലുമാണ് ചിലയിടങ്ങളിൽ നാശനഷ്ടം ഉണ്ടായത്. ബോണക്കാട് ചില മരങ്ങൾ ഒടിഞ്ഞു വീഴു. ഇതേപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മുക്കോലയ്ക്കൽ ഭാഗത്താണ്. ഇവിടെയാണ് ഒരു ഹോട്ടലിന്റെ ഭിത്തി ഇടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്കേറ്റത്. ഇവിടെ 3 പേർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ഇതര സംസ്ഥാന തൊഴിലാളികളും ഒരു മാർത്താണ്ഡം സ്വദേശിയായ ഒരു സ്ത്രീയുമായിരുന്നു. ഒരു 60 വയസ്സ് പ്രായമുള്ള രാജലക്ഷ്മി. അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു 9:30 മണിയോടുകൂടി ഇത് ഇടിഞ്ഞ് താഴേക്ക് വീണത്. ഇതിന്റെ തൊട്ട് താഴെ, ഈ ഹോട്ടലിന് തൊട്ട് താഴെ കൂടി ഒരു ചാലൊഴുകുന്നുണ്ട്. ഇതിന്റെ താഴേക്ക്, ഈ കോൺക്രീറ്റ് കട്ടകളുടെ താഴിലാണ് ഈ സ്ത്രീ കിടന്നത്. പിന്നീട് ഹോട്ടലിലെ ആളുകൾ മറ്റു ആളുകളെ കൂടി വിളിച്ചു വരുത്തിയാണ് ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഗുരുതരമായ പരിക്കില്ല, അവരുടെ കൈക്ക് ചെറിയ പരിക്കുണ്ട്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് 2 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കാര്യമായ പരിക്കില്ല, അവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം അതിശക്തമായ മഴ തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇറക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്നും നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിശക്തമായ കാറ്റും മഴയും ഒക്കെ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ അനുഭവപ്പെടും എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മഴ മുന്നറിയിപ്പുകൾ എന്താണ്? അതിന്റെ വിവരങ്ങളുണ്ടോ അജീഷ് ഇപ്പോൾ? ഗോപികൃഷ്ണൻ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പ്രവചിക്കുന്നത്, അതായത് ശക്തമായ ന്യൂനമർദ്ദത്തിന് ഒരു സാധ്യത ഉണ്ടെന്ന് പ്രവചിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വാധീനത്തിൽ ശക്തമായ മഴ കേരളത്തിൽ ഉണ്ടാകും. അത് കൂടുതലും വടക്കൻ കേരളത്തിലായിരിക്കും അത് ശക്തി പ്രാപിക്കുക. വരും ദിവസങ്ങളിൽ അതിൻ്റെ സ്വാധീനത്തിലാകും അടുത്ത 4 ദിവസം കേരളത്തിൽ മഴയുണ്ടാവുക. കൂടുതലും വടക്കൻ കേരളത്തിലാണ്. അതുകൊണ്ട് ഇന്നും നാളെയുമൊക്കെ വടക്കൻ കേരളത്തിൽ അതിശക്തമായ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ടാണ് വടക്കൻ കേരളത്തിൽ 2 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത 4 ദിവസം കൂടി ഇതിന്റെ സ്വാധീനത്തിൽ മഴയുണ്ടാകും. തെക്കൻ കേരളത്തിൽ സ്വാധീനം കുറഞ്ഞ്, അതായത് അതിന്റെ സ്വാധീനം കാര്യമായി ഉണ്ടാകാത്തത് കൊണ്ട് മഴ കുറയും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മാത്രമാണ് കാര്യമായ മഴ പ്രതീക്ഷിക്കാത്തത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.
അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരം ഇടങ്ങളിലും ജനങ്ങൾ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ്. മലയോര മേഖലയിൽ കഴിയുന്നവർ മണ്ണിടിച്ചിൽ പോലെയുള്ള അപകട സാധ്യതകൾ മുന്നിൽ കണ്ട് യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. പരമാവധി യാത്രകൾ കുറയ്ക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ മഴ കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. മധ്യ കേരളത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിൽ നിന്നും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എറണാകുളത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പെരിയാർ കരകവിഞ്ഞതോടെ ആലുവ ശിവക്ഷേത്രം മുങ്ങി. കൊച്ചി നഗരത്തിലും കനത്ത മഴ തുടരുന്നുണ്ട് ഇപ്പോഴും. എസ് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ശ്യാം, കൊച്ചിയിൽ ഇന്ന് ശക്തമായ മഴ ഉണ്ടായിരുന്നു രാവിലെയൊക്കെ. ഇപ്പോഴും കൊച്ചിയിൽ മഴ ഉണ്ടോ? ഏതൊക്കെ മേഖലകളിലാണ് ജനങ്ങൾ ബുദ്ധിമുട്ടിലായിട്ടുള്ളത്? എവിടെയെങ്കിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടോ? ഈ വലിയ മരങ്ങൾ കടപുഴകി വീഴുന്നത് പോലെയുള്ള സംഭവങ്ങൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ മധ്യ കേരളത്തിൽ? ശ്യാം, ഗോപികൃഷ്ണൻ ചോദിച്ച പോലെ തന്നെ കൊച്ചിയിലും എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മഴ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. മഴയേക്കാൾ ഉപരി കാറ്റാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ദുരന്തമുഖത്തെ ജനങ്ങൾ എങ്ങനെ പെരുമാറരുതെന്ന് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം നമുക്ക് കാണിക്കാം. നമ്മൾ ആലുവ മണപ്പുറം പാലത്തിലാണുള്ളത്. ഇവിടെ ആളുകൾ വരുന്നതിനും മറ്റും നിയന്ത്രണമുള്ള സ്ഥലത്താണ് ഈ ആളുകൾ എത്തുകയും പെരിയാർ കരകവിഞ്ഞൊഴുകുന്ന ആലുവ തീരത്ത് ആളുകൾ കുളിക്കാനും സെൽഫി എടുക്കാനും ഒക്കെ കൂട്ടത്തോടെ എത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. ചെറിയ കുട്ടികളെ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ പാലത്തിന്റെ വെള്ളം കയറുന്ന കടവിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ കാൽവഴുതി വീണാൽ പിന്നീട് ജീവൻ നഷ്ടമാകുന്ന അപകടം പോലും ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ആളുകൾ കൂട്ടത്തോടെ ഒരു ദുരന്ത ടൂറിസത്തിനായി എത്തുന്നത്. ആലുവ മണപ്പുറത്തിന്റെ പടിഞ്ഞാറെ കടവിലും സമാനമായ കാഴ്ച തന്നെയുണ്ട്. അവിടെയും ആളുകൾ സെൽഫി എടുക്കാനും മറ്റും കൊച്ചുകുട്ടികൾ, തീരെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ആ വെള്ളത്തിലൂടെ നടത്തുന്ന കാഴ്ചയുണ്ട്. ഇതൊക്കെ ദുരന്തം വിളിച്ചു വരുത്തുന്ന ചെയ്തികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പാലത്തിലേക്ക് ഒരു പോലീസ് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടെ നിന്ന് ഈ പ്രവേശനം നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു അപകടത്തിലേക്ക് ആളുകൾക്ക് വരാനുള്ള സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. കുളിക്കാൻ ഉൾപ്പെടെ ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആലുവയിലെ ഈ കാഴ്ച നേരത്തെ ഗോപികൃഷ്ണൻ ചോദിച്ച പോലെ തന്നെ ഈ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും മരം വീണാണ് അപകടം. കൂടുതലും ആലുവ ഭാഗത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എങ്ങനെയാണ് ഈ കാഴ്ച കാണാൻ വന്ന ഈ തീരത്ത് അപകടം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദൃശ്യങ്ങളും കൂടി കാണിച്ചു തരാം. പടിഞ്ഞാറെ മണപ്പുറത്താണ് ആ ആളുകൾ കൂട്ടമായി വന്ന് വെള്ളത്തിന്റെ തൊട്ട് നദിയുടെ തീരത്ത്, നദിയാണോ അതിന്റെ കരയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ ഇതിനൊന്നും യാതൊരു നിയന്ത്രണമോ നിയന്ത്രിക്കേണ്ട സംവിധാനങ്ങളോ ഇല്ല. ഓരോരുത്തരും നിയന്ത്രിക്കേണ്ടതാണ്. പക്ഷേ അപകടം വരുത്തി വെക്കാൻ വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ച. മറ്റ് വിശദാംശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ജില്ലയുടെ എല്ലാ ഭാഗത്തും മരമൊടിഞ്ഞു വീണാണ് കൂടുതൽ അപകടം ഉണ്ടായിരിക്കുന്നത്. വൈദ്യുതി കമ്പികൾ പൊട്ടി വീണിട്ടുണ്ട്. രാവിലെ ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. ഏതായാലും മഴ നിലവിൽ മാറി നിൽക്കുകയാണ്. പക്ഷേ കനത്ത മഴ തന്നെയാണ് അടുത്ത മണിക്കൂറുകളിലും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ, ഈ ആലുവ ക്ഷേത്രം ഉൾപ്പെടെ മുങ്ങിക്കിടക്കുമ്പോൾ, പെരിയാർ അങ്ങനെ പരന്നൊഴുകുമ്പോഴാണ് ഈ ആളുകൾ ചെറിയ സൈക്കിളുകളിലും മറ്റുമൊക്കെ ഇവിടെ എത്തുകയും സെൽഫി എടുക്കാനുള്ള ഒരു അവസരമായി ഈ അവസരത്തെ കാണുകയും ചെയ്യുന്നത്. അവിടെ ദൃശ്യങ്ങളിലൊക്കെ കാണാം ആളുകളൊക്കെ ഈ പാലത്തിലേക്ക് വരുന്നുണ്ട്. പല ഭാഗത്തും ഇറങ്ങി നിൽക്കുന്നുണ്ട്. സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ ആലുവയിൽ ഒരു പോലീസുകാരൻ പോലും ഈ പരിസരത്തേക്ക് എത്തുകയോ ഇവിടുത്തെ ഇങ്ങനെ ആളുകൾ വരുന്നതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഏതായാലും വലിയൊരു അപകടം വിളിച്ചു വരുത്താനുള്ള ശ്രമമാണ്. അത് തടയാൻ ജില്ലാ ഭരണകൂടവും പോലീസും ഉൾപ്പെടെ ഇടപെടണമെന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. കൂടുതലും ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അവധി ദിവസമായതിനാൽ ഇങ്ങോട്ട് വരുന്ന കാഴ്ച കാണാം. പ്രായമായവർ വരുന്നുണ്ട്. ഏതായാലും അപകടത്തെ ക്ഷണിച്ചു വരുത്താൻ വേണ്ടി എത്തുന്ന ആളുകൾ എന്ന് മാത്രമേ ഇവരെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ആൾക്കൂട്ടമാണ് ഇപ്പോൾ ഈ ആലുവ മണപ്പുറം പാലത്തിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഗോപികൃഷ്ണൻ. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ മണപ്പുറത്തെ അവിടുത്തെ പാലത്തിൽ നിന്നാണ് ശ്യാംകുമാർ ഈ വിവരങ്ങൾ നൽകുന്നത്. ആലുവ ശിവക്ഷേത്രം വെള്ളത്തിനടിയിലായി. ഇപ്പോഴും ഈ ദുരന്ത മുഖത്തേക്ക് ആളുകൾ സെൽഫി എടുക്കാനും മറ്റുമായി എത്തുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ട്. അവിടെ പോലീസുകാരൻ പോലും അവിടെ എത്തിയിട്ടില്ല എന്നും ശ്യാമിൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും കൊച്ചിയിൽ നിന്നും ശ്യാം നൽകുന്ന വിവരം അനുസരിച്ച് ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ. ഇപ്പോഴും അതിശക്തമായ കാറ്റ് ആണ് കൂടുതൽ നാശനഷ്ടം വിതച്ചിട്ടുള്ളത് എന്നതാണ് ശ്യാമിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്തനംതിട്ടയിലേക്ക് പോകാം. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. തിരുവല്ലയിൽ വൈദ്യുതാഘാതമേറ്റ് ഒരാൾ മരിച്ചു. മേപ്രാൾ സ്വദേശി റെജി ആണ് മരിച്ചത്. ചിറ്റാറിൽ വീടിന് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണു. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും
തകർന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിന് പിന്നാലെ അഴൂരിൽ വൻ തേക്കുമരം വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണു. അരയാഞ്ഞിലി ക്രോസ് വേ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. 200-ലധികം വരുന്ന കുടുംബങ്ങളാണ് പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. ചില്ലകളൊക്കെ റോഡിലേക്ക് വീണ് കിടക്കുന്നു. വൈദ്യുതി കമ്പിക്ക് മുകളിലേക്ക് മരം വീണുണ്ടായിട്ടുള്ള അപകടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പത്തനംതിട്ടയിൽ വ്യാപകമായ നാശനഷ്ടമാണോ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? ഈ വൈദ്യുതി കമ്പിക്ക് മുകളിൽ മരം വീണൊക്കെ ഉണ്ടായിട്ടുള്ള ഇതിൽ പവറൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള സുരക്ഷാ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ടോ? എന്താണ് പത്തനംതിട്ടയിലെ നിലവിലെ സാഹചര്യം ശ്രീജിത്ത്? ഗോപികൃഷ്ണൻ, നിലവിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി അതിനനുസരിച്ചുള്ള ജാഗ്രത അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. നമ്മൾ എടുത്തു പറയുന്നു, പല മേഖലകളിലും ഇപ്പോഴും രാത്രികാല യാത്രകളൊക്കെ നടത്താൻ വേണ്ടി ആളുകൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കോന്നി ആയിക്കോട്ടെ, റാന്നി ആയിക്കോട്ടെ, അടക്കമുള്ള ചിറ്റാറടക്കമുള്ള മേഖലകളിലേക്ക് രാത്രികാല യാത്രകൾ, സഞ്ചാരങ്ങളൊക്കെ നടത്താൻ ആളുകൾ ഇപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശക്തമായ മഴയാണ്. ഇന്നലെയൊക്കെ ചിറ്റാറിൽ മരം വീണ് വീടുകളുടെ മുകളിലേക്ക് വാഹനങ്ങളുടെ മുകളിലേക്കും ഒക്കെ മരം വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് പൂങ്കാവിലൊരു അപകടമാണ്. ഒരു ബദാം മരം ഒരു വാഹനത്തിന് മുകളിലേക്ക് വീഴുന്നു. ആ കാർ തൊട്ടടുത്ത കാറിലേക്ക് പോയി ഇടിക്കുന്നു. അങ്ങനെ അപകടം ഉണ്ടാകുന്നു. അങ്ങനെ നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അടൂരിലായിക്കോട്ടെ, അതൊരു തേക്ക് മരം പൂർണ്ണമായി വീഴുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ലൈനിന് മുകളിൽ 11 kV ലൈനിന് മുകളിലേക്കാണ് വീണത്. അവിടെ ഏറെ നേരം ഈ വൈദ്യുതി ബന്ധമടക്കം തടസ്സപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. മണിയാർ ഡാമിന് പരിസരത്ത് വൈദ്യുതി ബന്ധം പലപ്പോഴും കൃത്യമായ രീതിയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വള്ളംകുളം പാലം, ഇത് ഈ മണിമലയാറാണ്. ആ ദൃശ്യങ്ങളാണ് ക്യാമറമാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായി ഏതാണ്ട് കലങ്ങി മറിഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ്. അതായത് കിഴക്കൻ മേഖലയിൽ ശക്തമായി മഴ പെയ്യുന്നതിൻ്റെ തെളിവാണ്. പല മേഖലകളിലും, അതായത് വനത്തിലടക്കം ഉരുൾപൊട്ടുന്നതിൻ്റെ ഒരു തെളിവാണ് ഇത്തരത്തിൽ കലങ്ങി മറിഞ്ഞുകൊണ്ട് വെള്ളം പൂർണ്ണമായി ഈ ജലാശയങ്ങളിലേക്ക് എത്തുന്നത്. ഈ വെള്ളം പൂർണ്ണമായി പോകുന്നത് അപ്പർ കുട്ടനാട്ടിലേക്കാണ്. നമ്മൾ അല്പസമയം മുമ്പ് മേപ്രാലിലടക്കമുള്ള പ്രദേശങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രദേശം ഏതാണ്ട് മുട്ടോളം വെള്ളം ഇപ്പോൾ പല റോഡുകളിലും കയറിയിട്ടുണ്ട്. അതായത് ഈ വെള്ളം പൂർണ്ണമായി ഒഴുകി അവിടേക്ക് എത്തുന്ന സാഹചര്യം വരുന്നതോടുകൂടി തന്നെ സ്വാഭാവികമായി വെള്ളം പല വീടുകളിലേക്കും റോഡുകളിലേക്കും ഒക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആകാശം ഇപ്പോഴും കാർ മേഘാവൃതം തന്നെയാണ്. സ്വാഭാവികമായി വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ പ്രവചിക്കുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആളുകൾ ജാഗ്രത പാലിക്കണം. ജില്ലാ ഭരണകൂടം നിലവിൽ അവധിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ലെങ്കിലും ഒരു ഓറഞ്ച് അലർട്ടിന് സമാനമായ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരോട്, ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരോട് ഒക്കെ തന്നെ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യമായ രീതിയിൽ ആരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊന്നും പാർപ്പിച്ചിട്ടില്ല. ഇന്നലെ ഒരു മിന്നൽ ചുഴലിയാണ് പന്തളത്ത് വന്നത്. ആഞ്ഞടിച്ച ആ ചുഴലിയിൽ നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണിട്ടുണ്ട്. മരങ്ങൾ വീടുകളിലേക്ക് മേൽ കടപഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പൂർണ്ണമായ തോതിൽ വൻ നാശനഷ്ടം എന്ന് തന്നെ പറയാം ഈ ഒരു 2 ദിവസം പെയ്ത കനത്ത മഴയിൽ ഉണ്ടായിരിക്കുന്നത്. ശക്തമായ മഴ ഇനിയും പ്രവചിക്കുന്നുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്നാണ് നമ്മളെ കാണുന്ന പ്രേക്ഷകരോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോഴും ആകാശം കാർ മേഘാവൃതം തന്നെയാണ്. ഗോപികൃഷ്ണൻ, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. മഴക്കാലമാണ്, പലയിടങ്ങളിലും ഈ അപകട സാധ്യതകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. പത്തനംതിട്ടയിൽ ശ്രീകുമാരനായിരുന്നു വിശദാംശങ്ങൾ നൽകിയത്. കടൽക്ഷോഭം രൂക്ഷമായ എറണാകുളത്തെ എടവനക്കാട് തീരദേശത്ത് മന്ത്രി പി രാജീവ് ഇപ്പോൾ സന്ദർശിക്കുകയാണ്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അതിലേക്ക് വരാം. എടവനക്കാട് നിന്നുള്ള ദൃശ്യങ്ങളിലേക്കും അതോടൊപ്പം തന്നെ എടവനക്കാട് നിന്ന് ശ്രീകാന്ത് നൽകുന്ന റിപ്പോർട്ടിലേക്കും വരാം. കടൽക്ഷോഭം രൂക്ഷമാണ് എറണാകുളം എടവനക്കാട്. അവിടെ തീരപ്രദേശത്തുള്ളവരെ നേരിട്ട് വന്ന് കാണുകയാണ് മന്ത്രി പി രാജീവ്. എസ് ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധി അവിടെയുണ്ട്. ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ കിട്ടാതായത്. നമുക്ക് ശ്രീകാന്തിന്റെ റിപ്പോർട്ടിലേക്ക് ഉടൻ തന്നെ മടങ്ങി വരാം. വടക്കൻ കേരളത്തിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം മുതൽ മഴ നിർത്താതെ പെയ്യുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ മിക്ക ജില്ലകളിലും വെള്ളക്കെട്ടിൽ വീണ് ജില്ലയിൽ 2 പേർ മരിച്ചു. മട്ടന്നൂർ സ്വദേശിനി കുഞ്ഞാമിന, കണ്ണൂർ ജില്ലയിലാണ് 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മട്ടന്നൂർ സ്വദേശിനി കുഞ്ഞാമിന, ചൊക്ലി ഒളവിലും സ്വദേശി ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത്. കക്കാട് പുഴ കര കവിഞ്ഞൊഴുകുകയാണ്. താഴെ ചൊവ്വ എളയാവൂരിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം എന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, കണ്ണൂരിൽ 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന്, അല്ലേ? എന്താണ് നിലവിലെ സാഹചര്യം? ഏതൊക്കെ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്നത്? മലയോര മേഖലയിലെ സ്ഥിതി എന്താണ്?
ഗോപികൃഷ്ണൻ, കണ്ണൂരിനെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായ കാര്യം 2 ജീവനുകളാണ് വെള്ളക്കെട്ടിൽ വീണ് പൊലിഞ്ഞത്. ചൊക്ലി ഒളവിലം സ്വദേശി 63-കാരനായ ചന്ദ്രശേഖരനൊപ്പം മട്ടന്നൂർ കൊളാരി സ്വദേശിനിയായ 51-കാരി കുഞ്ഞാമിന എന്നിവരാണ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. ഇരുവരും അബദ്ധത്തിൽ വെള്ളക്കെട്ടിൽ വീണതാണ് എന്നതാണ് നിഗമനം. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അവർ അപകടത്തിൽപ്പെട്ടത്. പിന്നീടാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആളുകളെയും അവരെ കണ്ടെത്തുമ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. അതാണ് ജില്ലയെ സംബന്ധിച്ചൊപ്പം വലിയ തോതിലുള്ള മഴ ദുരിതമുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്ന ജില്ലകളിൽ ഒന്ന് കണ്ണൂരാണ്. കണ്ണൂരിൻ്റെ മലയോര മേഖലകളിലാണ് ഏറ്റവും ശക്തമായ മഴ ലഭ്യമായത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണൂർ എളയാവൂരിലാണ്. മഴയ്ക്കൊരല്പം ശമനമുണ്ട്. പക്ഷേ വെള്ളക്കെട്ടിന് ഏതെങ്കിലും തരത്തിലുള്ള കുറവില്ല. കാരണം മലയോര മേഖലയിൽ വനത്തിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മിക്കവാറും തോടുകളും പുഴകളും ഒക്കെ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ പാത തന്നെ ഇതൊരു റോഡാണ്. ഇത് റോഡാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഇവിടെയുണ്ട്. അതേസമയം ഇവിടെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ജില്ലയിൽ ഏതെങ്കിലും തരത്തിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. പക്ഷേ ജില്ലയിൽ വിവിധ, അതായത് പ്രധാനമായും താഴ്ന്ന പ്രദേശങ്ങളിൽ അതിശക്തമായ വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. അത് ഇപ്പോൾ താഴെ ചൊവ്വ എളയാവൂർ ഭാഗത്തായാലും ഒപ്പം കക്കാട് മേഖലയിലായാലും അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തോടുകളിലും പുഴകളിലും ഒക്കെ ജലനിരപ്പ് ക്രമാതീതമായി തന്നെ ഉയരുന്നുണ്ട്. നഗരമേഖലകളിലേക്ക് മഴ മാറി നിൽക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായാൽ പോലും ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം വലിഞ്ഞു പോകാനുള്ള സാഹചര്യമില്ല. കടൽ വെള്ളമെടുക്കുന്നത് കുറവാണ്. അപ്പം ഈ പുഴകളിൽ നിന്ന് കൂടുതൽ വെള്ളം വനത്തിലും മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുന്നതുകൊണ്ട് തന്നെ കാര്യമായി തന്നെ നീരൊഴുക്കുണ്ട്. അങ്ങനെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ അതിലേക്ക് വെള്ളത്തിൽ അടിയിലാകുന്നുണ്ട്. പലരും ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് മാറി താമസിക്കുകയാണ്. ആളുകളൊക്കെ തന്നെ സ്വന്തം നിലയ്ക്ക് മാറി താമസിക്കുന്നു. കാരണം ജില്ലാ ഭരണകൂടം ഇപ്പോൾ പറയുന്നത് കർശനമായ തീവ്ര മഴ മുന്നറിയിപ്പാണ് ഇപ്പോഴും ജില്ലയിൽ നിലനിൽക്കുന്നത്. പ്രധാനമായും ജില്ലാ ഭരണകൂടം പറയുന്നത് മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ദുരിതം. കണിച്ചാർ, പേരാവൂർ ഉൾപ്പെടുന്ന മേഖല, അവിടെ കണിച്ചാറിൽ ഒരു വീട് ഏതാണ്ട് ഭാഗികമായി തകരുന്ന സാഹചര്യം ഉണ്ടായി. മരം കടപുഴകി വീണ്. പയ്യന്നൂരിൻ്റെ മലയോര മേഖലകൾ, ചെറുപുഴ, ഒപ്പം ഇരിട്ടി, തളിപ്പറമ്പ് താലൂക്കുകളാണ് ഏറ്റവും കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ എളയാവൂർ മേഖലയിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോയാൽ കാണാം. ഇവിടെ തന്നെ ഈ വീട്ടിൽ തന്നെ ഇവിടെ ജീവിക്കാൻ കഴിയാത്തത്, ഇവിടെ ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ബന്ധു വീടുകളിലേക്കും മറ്റുമൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ ഈ വീടുകളിൽ വാസയോഗ്യമല്ലാത്ത നിലയിലേക്ക് പോയിട്ടുണ്ട്. വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ട്. ഇപ്പോൾ മഴ മാറി നിന്നിട്ട് പോലും ഏതെങ്കിലും നിലയ്ക്ക് വെള്ളക്കെട്ട് മാറുന്നില്ല എന്നൊരു സാഹചര്യമാണ് ജില്ലയെ സംബന്ധിച്ച് പൊതുവായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്തും പുരോഗമിക്കുന്നുണ്ട്. അത്തരം ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ അടക്കമുണ്ട്. വെള്ളക്കെട്ടും കാര്യമായി തന്നെയുണ്ട്. പലയിടത്തും ഗതാഗത തടസ്സം, ഇതുപോലെ ഈ കാണുന്ന അതുപോലെയുള്ള പലയിടങ്ങളിലും ഗതാഗത തടസ്സം കാര്യമായി തന്നെ ഉണ്ടാകുന്നു എന്നതാണ്. ഒപ്പം 2 ജീവനുകൾ കൂടി നഷ്ടമാകുന്നു. അത് അങ്ങേയറ്റം സങ്കടകരം. അങ്ങനെ ചെറുപുഴയുടെ, ഇരിട്ടിയുടെ, തളിപ്പറമ്പിൻ്റെ, ആലക്കോടിൻ്റെ, പയ്യന്നൂരിൻ്റെ ഒക്കെ പല മേഖലകളിലും സമാനമായ രീതിയിൽ തന്നെ വെള്ളക്കെട്ടാണ്. ഇവിടെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആളുകൾ ഇവിടെ തന്നെ തുടരുകയാണ്. കാരണം മഴയുടെ ശക്തി കുറയുമെന്ന്. പക്ഷേ കൂടുതൽ ശക്തമായ മഴ ഇനിയും ലഭ്യമാകുമെന്ന മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൻ്റെ സാഹചര്യം അങ്ങനെയാണ്. കണ്ണൂരിലാണ് എങ്കിൽ കൂടുതൽ മഴ ലഭ്യമാകും. ഇന്നലെ രാത്രി, അർദ്ധരാത്രി, പുലർച്ചയോടുകൂടിയും ഒപ്പം ഏതാണ്ട് ഉച്ചവരെയും ഒക്കെ അതിശക്തമായ മഴ ജില്ലയിൽ ലഭ്യമായിരുന്നു. ഇപ്പോൾ പക്ഷേ നഗരമേഖലകളിൽ മഴ ഒരല്പം മാറി നിൽക്കുകയാണ്. പക്ഷേ മലയോര മേഖലകളിൽ എല്ലായിടത്തും സമാനമല്ല സ്ഥിതി. മഴയുടെ ശക്തി ഒരല്പം കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. തീരദേശ മേഖലകളിലും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഉയർന്ന തിരമാലകളൊപ്പം കടൽക്ഷോഭം, അത് പയ്യന്നൂർ, ചൂട്ടാട് അടക്കമുള്ള മേഖല, പഴയങ്ങാടി അടക്കം, ഒപ്പം മാട്ടൂൽ അടക്കമുള്ള മേഖലകളിലും കടൽക്ഷോഭം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊരു ഗുരുതരമായ സ്വഭാവത്തിലേക്ക് മാറിയിട്ടില്ല. ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോയാൽ നമുക്ക് കാണാം. ഈ വീടിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ മുട്ടൊപ്പം അതിന് മുകളിൽ തന്നെ വെള്ളം എത്തിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഇവിടെയും ഇങ്ങനെ സമാനമായ പ്രതിസന്ധിയുണ്ട്. അതായത് ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്കടക്കം വലിയ തോതിൽ വെള്ളക്കെട്ട് കാര്യമായി തന്നെ തുടരുന്നു എന്നതാണ്. ഏതെങ്കിലും നിലയ്ക്ക് അതൊരു ആശ്വാസകരമായ സ്ഥിതിയിലേക്ക് എത്തിയെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. മിക്കവാറും ഇടങ്ങളിലൊക്കെ ചെറുപുഴ മേഖലയിൽ വലിയ തോതിൽ കൃഷിയിടങ്ങളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം ഉളിക്കൽ മേഖല എടുക്കുകയാണ്. ഉളിക്കലിലെ ചപ്പാത്തടക്കം അവിടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഉളിക്കൽ, അതായത് ഇരിക്കൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായ ഉളിക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മലയോര മേഖലയിലേക്ക്, വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്ര തൽക്കാലത്തേക്ക് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
കാരണം മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട്. ഒപ്പം ഉരുൾപൊട്ടൽ സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം അങ്ങനെ ഒരു മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ ഉൾനാടൻ ജലഗതാഗതം ഈ വിവരങ്ങൾ നൽകിയത് സജോ ദേവസിയാണ്. വടക്കൻ കേരളത്തിലും കഴിഞ്ഞ ദിവസം മുതൽ മഴ നിർത്താതെ പെയ്യുകയാണ്. ഇപ്പോൾ സജോ വിവരങ്ങൾ നൽകിയത് കണ്ണൂരാണ്. കണ്ണൂരിൽ 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മട്ടന്നൂർ സ്വദേശിനി കുഞ്ഞാമിന, ചൊക്കളി ഒളവിലും സ്വദേശി ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത്. കക്കാട് പുഴ കരകവിഞ്ഞൊഴുകുന്നു. താഴെച്ചൊവ്വ എളയാവൂരിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലയിൽ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാത്രകൾ അനാവശ്യമായി നടത്തരുത് എന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നമുക്ക് വീണ്ടും എറണാകുളത്തെ എടവനക്കാടിലേക്ക് പോകാം. കടൽക്ഷോഭം രൂക്ഷമായ എടവനക്കാട് തീരദേശ മേഖലയിൽ മന്ത്രി പി രാജീവ് അവിടെ തീരദേശവാസികളെ കാണുകയാണ്. അദ്ദേഹം അവിടെ സന്ദർശിക്കുകയാണ്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീകാന്ത്, പറയൂ, എന്താണ് വിവരം? ഗോപി, നിലവിലിപ്പോൾ ഞാൻ നിൽക്കുന്നത് എടവനക്കാട് തീരദേശ മേഖലയിലാണ്. ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഈ കല്ലടുക്കിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ജിയോ ട്യൂബ് നിരത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക്, സാധാരണക്കാരായ തീരദേശവാസികൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഈ മൺസൂൺ കാലമായി കഴിഞ്ഞാൽ. കാരണം കടൽ ഈ വെച്ചിട്ടുള്ള ഈ കല്ലും അതോടൊപ്പം ജിയോ ട്യൂബും ഒക്കെ കടന്ന് ഇങ്ങ് കരയിലേക്ക് കയറി വരുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. മുൻപ് ചെല്ലാനത്തൊക്കെ തന്നെ ഇതേ പ്രശ്നം, ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ചെല്ലാനത്ത് ടെട്രാപാഡ് ഒരുക്കി അവിടെ പരമാവധി ഈ പ്രശ്നത്തിന്, ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ ഇവിടെയും ടെട്രാപാഡ് സ്ഥാപിച്ച് ഇപ്പോഴത്തെ ഈ കടൽ കയറ്റ ഭീതി, ഈ കടൽ കയറ്റ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ആവശ്യം. ഇപ്പോൾ മന്ത്രി പി രാജീവ് ഇവിടം സന്ദർശിക്കുന്നുണ്ട്. മന്ത്രി പി രാജീവിനോട് ഇവിടുത്തെ ജനങ്ങൾ, തീരദേശവാസികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ, ആകുലതകൾ, ആവശ്യങ്ങൾ അദ്ദേഹത്തിന് മുൻപാകെ വെക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം അവരോട് എത്തി സംസാരിച്ചു. ഈ ടെട്രാപോഡ് എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഈ തീരദേശത്തെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണലാണ് ഇവരുടെ ആവശ്യം. നേരത്തെ ദേശീയപാതയടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള സമരം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ആ ആവശ്യത്തിലാണ് ഇപ്പോൾ സർക്കാർ പ്രതിനിധിയായി മന്ത്രി പി രാജീവ് ഇവിടെ എത്തി ഇപ്പോൾ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. മന്ത്രി പി രാജീവിനെ ഇപ്പോൾ സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോട് നമുക്ക് ഈ വിഷയത്തിലൊന്ന് സംസാരിക്കാം എന്ന് തോന്നുന്നു. മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ ഇപ്പൊ മിനിസ്റ്ററുടെ സന്ദർശനം നടത്തി. ഈ വിഷയത്തിൽ എന്തായിരിക്കും ഒരു ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നത്? ഇത് നേരത്തെ തന്നെ നമ്മളൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. MLA-യുടെ അഭ്യർത്ഥന പ്രകാരം ചെന്നൈ IIT തീരദേശ കോർപ്പറേഷൻ ചേർന്നൊരു പഠനം നടത്തിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവര് നൽകിയ നിർദ്ദേശം ഈ മേഖലയിലുള്ള ജനപ്രതിനിധികളുമായിട്ട്, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, അതുപോലെ തന്നെ MLA, മുൻ MLA, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഇവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് അതിന് അവസാന രൂപം നൽകി. മന്ത്രി പി രാജീവ് ഇപ്പോൾ എടവനക്കാട് തീരപ്രദേശത്ത് കഴിയുന്നവരെ, കടൽക്ഷോഭം രൂക്ഷമായ എടവനക്കാട് മന്ത്രി പി രാജീവ് സന്ദർശിക്കുകയാണ്. അവിടെ തീരദേശവാസികളുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റുമാണ്. ആ പദ്ധതിക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല. അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ സംസ്ഥാന വിഹിതം നൽകുന്നതിന് തയ്യാറാണെന്നുള്ള കാര്യം കൂടി കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് കണ്ടിട്ടുള്ളത്. ഇതുകൂടാതെ നമ്മളൊരു 5300 കോടി രൂപയുടെ തീരദേശ സംരക്ഷണ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. കിഫ്ബി വഴിയാണ് ഇത്തരം കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്നത്. അതിന്റെ ആദ്യഘട്ടമായിട്ടാണ് ചെല്ലാനത്ത് 355 കോടിയുടെ പദ്ധതി നടപ്പിലാക്കിയത്. പക്ഷേ കിഫ്ബിക്കെതിരെയുള്ള ഇതും കിഫ്ബി എടുക്കുന്ന വായ്പയും സർക്കാർ വായ്പയായി പരിഗണിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എല്ലാവർക്കും കൂടി പറയാമോ? നമ്മുടെ കൺവീനർ അവിടെ എങ്ങനെ കിട്ടോ? റെഡി. മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് എടവനക്കാടാണ്. കടലാക്രമണ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്ന് നേരത്തെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ MLA KN ഉണ്ണികൃഷ്ണൻ നേതൃത്വത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരദേശ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി ചെന്നൈ IIT-യുടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു.
അവര് 185 കോടി രൂപയുടെ പദ്ധതിയാണ് ആദ്യം സമർപ്പിച്ചിരുന്നത്. അവർ ടൂറിസം വരുന്ന ചെറായി കുഴിപ്പള്ളി 2 ബീച്ചുകൾ ഒഴിവാക്കി 145.87 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചിരുന്നു. ആ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മുൻ ജനപ്രതിനിധികൾ ഇവരെല്ലാം ചേർന്ന് വിശദമായ യോഗം ചെന്നൈ IITയുടെ പ്രതിനിധികളും തീരദേശ കോർപ്പറേഷൻ MDയും പങ്കെടുത്ത് നടത്തിയിരുന്നു. അവർ വച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് അവസാന രൂപം നൽകി. ആ പദ്ധതി PMSSYയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനുവരി 12 സംസ്ഥാന ഗവൺമെന്റ് വിശദമായ റിപ്പോർട്ട് സഹിതം കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അതിൽ 60% യൂണിയൻ ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റുമാണ്. 40% സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യവും യൂണിയൻ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരുള്ള അവരുടെ സംവിധാനത്തെ ഇതിന്റെ ഇവാലുവേഷൻ റിപ്പോർട്ടിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ കടലാക്രമണ പശ്ചാത്തലത്തിൽ വീണ്ടും ഫിഷറീസ് വകുപ്പുമായി, കേന്ദ്ര വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പരിഹാരമാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുവെ തീരദേശ സംരക്ഷണത്തിന് ഒരു കാലത്തും ഇല്ലാത്ത നിലപാടാണ് ഈ സർക്കാർ, കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം തീരദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ പ്രത്യേക രീതിയിലുള്ളതാണ്. വേണമെങ്കിൽ നഗരപ്രദേശങ്ങളിൽ ആദിവാസി തുല്യമായ സാമൂഹ്യ ഘടകം ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റു തരങ്ങളിലെല്ലാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് തീരദേശത്ത് താമസിക്കുന്നവർ. അവരുടെ സംരക്ഷണം പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിട്ടാണ് 5300 കോടി രൂപയുടെ ഒരു തീരദേശ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അതും കിഫ്ബി വഴിയും കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമാണ്. യഥാർത്ഥത്തിൽ കടൽ തീരം കേന്ദ്ര ഗവൺമെന്റിന് ദേശീയ അതിർത്തിയാണ്. എന്നാൽ കഴിഞ്ഞ കുറെ വർഷമായി 1 രൂപ പോലും നമ്മുടെ കടൽ തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി കടൽ ഭിത്തി കെട്ടുന്നതിനോ മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ യൂണിയൻ ഗവൺമെന്റ് നൽകുന്നില്ല. അത് കുറെ വർഷമായി ആ രീതി തുടരുകയാണ്. യൂണിയൻ ഗവൺമെന്റ് സഹായം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. പക്ഷെ അത്തരം സഹായം ഇല്ലാതെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണെങ്കിലും കിഫ്ബി വഴി ഫണ്ട് സമാഹരിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് ഞങ്ങൾ കണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് 7.5 കിലോമീറ്ററിന് വേണ്ടി 345 കോടി രൂപ ചെലവഴിച്ച് ചെല്ലാനത്തെ ടെട്രോപാഡ് സംവിധാനം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത്. അത് വിജയകരമായിരുന്നു. എറണാകുളം എടവനക്കാട് കടൽക്ഷോഭം നേരിടുന്ന സാഹചര്യത്തിൽ മന്ത്രി P. രാജീവ് തീരപ്രദേശത്തുള്ളവരെ കാണുകയാണ്. സർക്കാർ പ്രഖ്യാപിക്കുന്ന പുതിയ പദ്ധതികളെ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു P. രാജീവ് മാധ്യമങ്ങളോട്. വയനാട്ടിലേക്ക് പോകാം. വയനാട് പുൽപ്പള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ചീയമ്പം കോളനിയിലെ സുധൻ ആണ് മരിച്ചത്. പുൽപ്പള്ളിയിലും നടവയൽ ചിറ്റാലൂർ കുന്നിലും കിണർ ഇടിഞ്ഞു താഴ്ന്നു. നൂൽപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പുത്തൂർ കോളനിയിൽ വെള്ളം കയറി. വയനാട്ടിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സുർജിത്ത്, മലയോര മേഖലയായതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ പോലെയുള്ള ഒരു സാഹചര്യം ഈ കനത്ത മഴയിൽ വയനാട് ഉണ്ടാകും. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വൈദ്യുതി കമ്പി പൊട്ടി വീണിട്ടുള്ള അപകടത്തെക്കുറിച്ചാണ്. സുർജിത്ത്, എന്താണ് വയനാട്ടിലെ നിലവിലെ സാഹചര്യം? എവിടെയൊക്കെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്? ഗോപി, ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ദേശീയപാതയാണ്. അതായത് മൈസൂരുവിലേക്ക് പോകുന്ന ദേശീയപാതയാണിത്. ഇവിടെയാണ് ഈ നിലയിൽ വെള്ളം കയറിയിരിക്കുന്നത്. പൊൻകുഴി എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വെള്ളം കയറിയതിനെ തുടർന്ന് ഭാഗികമായ രീതിയിൽ തന്നെ വാഹനങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മഴ കനത്തു പെയ്താൽ സ്വാഭാവികമായും തൊട്ടടുത്തുള്ള മുത്തങ്ങപ്പുഴ കര കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുള്ള പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കോൺവോയ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, തൊട്ട് താഴെയുള്ള കല്ലൂർ പുഴയിലും സമാനമായ രീതിയിൽ തന്നെ പലയിടങ്ങളിലും ഇതുപോലെ തന്നെ കര കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ചില അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. കനത്ത മഴയിൽ വ്യാപകമായ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പേരിയ അയനിക്കൽ പത്മിനിയുടെ വീട് മരം വീണ് തകർന്നു. അതോടൊപ്പം തന്നെ ചോയ്മൂല കോളനിയിൽ റോഡിൽ മരം വീണു. അതോടൊപ്പം തന്നെ ആ പേരിയ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട് പുൽപ്പള്ളിയിൽ പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചീയമ്പം കോളനിയിലെ സുധനാണ് മരിച്ചത്. വീട്ടിൽ നിന്ന് വയൽ വഴി നടന്നു വരവെ ഷോക്കേൽക്കുകയായിരുന്നു. കെട്ടുപണി തൊഴിലാളിയാണ് ഈ സുധൻ എന്ന് പറയുന്ന ആൾ. ഇത്തരത്തിൽ ചില നാശനഷ്ടങ്ങൾ, സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുൽപ്പള്ളി മേഖലയിൽ പലയിടത്തും സമാനമായ രീതിയിൽ തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഈ പൊൻകുഴി പ്രദേശമാണ്. എന്തായാലും ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ കൂടി നിൽപ്പുണ്ട്. അവർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് എപ്പോഴും ഉള്ള സംഭവമാണോ ഇവിടെ? എങ്ങനെയാണ് മഴ കൂടുന്ന സമയത്ത് എല്ലാ വർഷവും ഇത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഇതിന് മുന്നേ ലോറി കുടുങ്ങുക, ലോറിയൊക്കെ ബ്ലോക്കായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഒരു ദിവസമൊക്കെ നിരന്തരമായിട്ട് ഒരു ദിവസം സ്ഥിരമായിട്ട് ഇവിടെ മഴ പെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറ്റാത്ത അവസരം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ യാത്രകളും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളും വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇങ്ങനെ വരുമ്പോൾ വയനാട് ജില്ലയുടെ ടൂറിസം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ടൂറിസത്തിനെയൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. എന്തായാലും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്, പോലീസ് നിയന്ത്രിക്കുന്നുണ്ട് വാഹനം. കാരണം ഇവിടേക്ക് രണ്ടിടങ്ങളിലാണ്, ഈ റോഡിൽ രണ്ടിടങ്ങളിലായാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിയന്ത്രണ പരിപാടികളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വനമേഖലയാണ്, വാഹനങ്ങൾ നിർത്തുന്നതിന് തടസ്സമുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ, ചില പ്രശ്നങ്ങളെല്ലാം തന്നെ വയനാട്ടിലുണ്ട്. കല്ലൂർ പുഴ കരകവിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പുഴങ്കുനി എന്ന് പറയുന്നൊരു കോളനിയുണ്ട്. അവിടെ നിന്ന് ആളുകളെല്ലാം തന്നെ ഇന്നലെ തന്നെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നൂൽപ്പുഴയും സമാനമായ രീതിയിൽ തന്നെ കര കവിഞ്ഞ് ഒഴുകുകയാണ്. നൂൽപ്പുഴ പ്രദേശത്ത് ആളുകളെ പുത്തൂർ എന്ന് പറയുന്ന ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് ഉണ്ട്. അവിടെ നിന്നും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വയനാട് ജില്ലയിൽ തുറന്നിട്ടുള്ളത്. അതെല്ലാം തന്നെ ഈ സുൽത്താൻ ബത്തേരി മേഖലയിലാണ്. ഈ ചീയമ്പത്ത് ഒരു കോളനിയിൽ അവർ 8 കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന കിണർ ഇടിഞ്ഞു താഴ്ന്ന് ഒരു ഗുഹ പോലെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇവിടെ വാഹനങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ കോൺവോയ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം ഒരു പ്രതിസന്ധി ഈ ഭാഗത്ത്, അതായത് ഈ ദേശീയപാതയിൽ ബാധിക്കുന്നുണ്ട്. ഇത് മൈസൂരുവിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. അവിടെയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. മൈസൂരുവിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. അവിടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴയിലും അതിനെ തുടർന്നുണ്ടായ മഴക്കെടുതിയിലും ആളുകൾ ദുരിതം അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടും കൊണ്ട് തന്നെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് കാലാവസ്ഥാ പ്രവചനം. എല്ലാ ഇടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. ന്യൂസ് ഈവനിംഗ് തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ റിപ്പോർട്ടുകളുമായി നമുക്കൊപ്പം ചേരുകയാണ്. 14 ജില്ലകളിൽ നിന്നും 24 റിപ്പോർട്ടർമാർ നമുക്കൊപ്പം ചേരുന്നു. ഏതൊക്കെ ഇടങ്ങളിലാണ് ശക്തമായ മഴ നാശം വിതച്ചിട്ടുള്ളത്, അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എത്രത്തോളമാണ്, എവിടെയൊക്കെയാണ് റോഡുകളിൽ വെള്ളം നിറയുകയും മരം വീണുമൊക്കെ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുള്ളത്, ഏതൊക്കെ മേഖലകളിലാണ് യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കാം. കോട്ടയം ജില്ലയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇന്നലെ മാത്രം 25 വീടുകൾ മരം വീണ് തകർന്ന ഇടമാണ് കോട്ടയം ജില്ല. 16 ഇടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നുണ്ട് കോട്ടയം ജില്ലയിൽ ഇപ്പോഴും. ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. ടോബി, കോട്ടയത്ത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിശക്തമായ മഴയുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മരം കടപുഴകി വീണിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടോബി, ഏതൊക്കെ മേഖലകളിലാണ് മഴക്കെടുതി ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് കോട്ടയത്ത്? ഗോപി, എല്ലാ മേഖലകളിലും കോട്ടയം ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ പാല, ഈരാറ്റുപേട്ട, അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ കുമരകം, കോട്ടയം നഗരം, ചങ്ങനാശ്ശേരി, പാമ്പാടി, മണിമല തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ മഴക്കെടുതികൾ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ മഴയെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളായിരുന്നുവെങ്കിൽ ഇത്തവണ ഉണ്ടായത് മഴയ്ക്കൊപ്പം എത്തിയ കാറ്റാണ് കോട്ടയത്ത് കൂടുതൽ സ്ഥലങ്ങളിലും നാശം വിതച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 2 ദിവസമായി വീശുന്ന വലിയ കാറ്റ്, രാത്രികാലങ്ങളിലും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട പകൽ സമയങ്ങളിലും വീശുന്ന കാറ്റ് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. മരങ്ങൾ കടപുഴകി പല നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നു. വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീഴുന്നു, റോഡുകളിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്നു. ഒപ്പം തന്നെ വൈദ്യുത പോസ്റ്റുകളിലേക്ക് വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം തകരാറിലാകുന്നു. ഇന്ന് രാവിലെ നമ്മൾ കണ്ടത്, ഇന്നലെ രാത്രിയിലുണ്ടായ കാറ്റിൽ ഇളങ്കാവ് ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു വലിയ മരം കടപുഴകി വീഴുന്ന ഒരു കാഴ്ച കണ്ടു. അവിടെ ഉണ്ടായിരുന്ന ഓഡിറ്റോറിയത്തിൽ 2-3 പേർ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതോടൊപ്പം തന്നെ കോട്ടയം നഗരത്തിലെ ജനറൽ ആശുപത്രിയുടെ മോർച്ചറിയുടെ മുകളിലേക്ക് മരം വീഴുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു. സ്ട്രോങ് റൂമും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാർ താമസിക്കുന്ന റൂമും ഉണ്ട്. ആ റൂമും നശിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ പല വീടുകളുടെയും മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ എല്ലാ
മേഖലകളിലും ഇന്നലെ കണ്ടത് പല സ്ഥലങ്ങളിലും വാഹനങ്ങൾക്ക് മുകളിലേക്ക് വഴിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീഴുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്പം മഴ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ രാവിലെയൊക്കെ നല്ല അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. എന്തായാലും ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഗോപി. ശരി, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്നും. കോട്ടയത്തും പലയിടങ്ങളിലും അതിശക്തമായ മഴ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളായിരുന്നു ടോബി നൽകിയത്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ അതിസാഹസികമായ ഒരു രക്ഷാപ്രവർത്തനം നടന്നു. പുഴയിൽ കുടുങ്ങിയ 2 വയോധികർ അടക്കം 4 പേരെ രക്ഷപ്പെടുത്തി. മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടർ തുറന്നതോടെയാണ് പുഴയിലെ ജലനിരപ്പ് ഉയർന്നത്. നന്ദി. ആലാംകടവ് ക്രോസ്വേക്ക് താഴെയാണ് സംഭവം. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ. നിഖിൽ, എനിക്ക് തോന്നുന്നു അതിസാഹസികമായ ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ 4 പേരെ രക്ഷപ്പെടുത്തിയെടുക്കാനായത്. നിഖിൽ, എന്താണ് അവിടെ സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ചിറ്റൂർ പുഴയിൽ 4 പേർ അകപ്പെട്ടത് തന്നെയാണ് പാലക്കാട് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം ഈ മഴക്കെടുതിയുടെ വിവിധ വാർത്തകൾ പല മേഖലകളിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ഇത്തരത്തിൽ 4 പേര് അവിടെ അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ആ പാറയുടെ മേലാണ് 4 പേർ അകപ്പെട്ടത്. അവരെ രക്ഷപ്പെടുത്താൻ ഏതാണ്ട് 1 മണിക്കൂറോളം സമയം വന്നു. 1 മണിക്കൂറോളം സമയം അവരവിടെ നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയതിനു ശേഷം തന്നെ ഏതാണ്ട് 40 മിനിറ്റോളം കഴിഞ്ഞാണ് 4 പേരെയും രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത്. മൈസൂർ സ്വദേശികളായിട്ടുള്ള ദേവി, ലക്ഷ്മണൻ, മകൻ സുരേഷ്, ചെറുമകൻ വിഷ്ണു, അങ്ങനെ 4 പേരാണ് അകപ്പെട്ടിരുന്നത്. അവരെ രക്ഷിക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടു എന്ന് മാത്രമല്ല അതിസാഹസികമായിരുന്നു ആ രക്ഷാ ദൗത്യം എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന കാര്യം. ഈ നറണി ആലംകടവ് ഈ കേസ്വാക്കിലാണ് കോസ്വാക്കിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ നേരത്തെയും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു 4 പേർ അകപ്പെടുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നൊരു കാര്യം. അതുപോലെ തന്നെ ഇന്ന് പാലക്കാട് ജില്ലയിലുണ്ടായ ദൗർഭാഗ്യകരമായൊരു സംഭവം ഇന്ന് രാവിലെ ആലത്തൂരിലുണ്ടായതാണ്. ആലത്തൂരിൽ അമ്മയും മകനും കിടന്നുറങ്ങുന്നതിനിടെ, വടക്കഞ്ചേരി കണ്ണമ്പ്രയിലാണ് സംഭവം, അമ്മയും മകനും കിടന്നുറങ്ങുന്നതിനിടെ അവരുടെ വീടിൻ്റെ ചുമർ ഭിത്തി ഇടിഞ്ഞ് വീണ് അവരുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെ 2 പേരും തൽക്ഷണം മരിക്കുന്ന സാഹചര്യമുണ്ടായി. അമ്മയും മകനെയും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും തന്നെ മരണം സംഭവിച്ചിരുന്നു. കോട്ടേക്കാട് കൊടക്കുന്ന് വീട്ടിൽ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ അവരുടെ വീടിൻ്റെ ചുവരുകൾ ഇടിഞ്ഞ് ദേഹത്തേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. അങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം കൂടി ഇന്ന് ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ അട്ടപ്പാടിയിൽ കനത്ത മഴയിൽ മരം വീണ് വീട് തകർന്നു. അട്ടപ്പാടി ചോലക്കാട് സ്വദേശിനി ലീലാമ്മയുടെ വീടാണ് തകർന്നത്. സമീപത്തെ വൈദ്യുതി പോസ്റ്റും ഈ വീട്ടിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു സംഭവം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ ചേകാടിയിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണ് അപകടമുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം ഇന്ന് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പുതുതായി നിർമ്മിച്ച പാലം പൂർണ്ണമായി തകർന്നു വീണു എന്നുള്ളതാണ്. ഈ ഗായത്രി പുഴയ്ക്ക് കുറുകെ കുടിവെള്ള പൈപ്പിനായി നിർമ്മിച്ച പാലമാണ് തകർന്നു വീണത്. ഇന്ന് രാവിലെയാണ് ഈ പാലം തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ജൽജീവൻ മിഷൻ കുടിവെള്ള പൈപ്പിനായി കഴിഞ്ഞ വേനലിലാണ് പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ചത്. ഈ പാലമാണ് നിർമ്മാണം കഴിഞ്ഞ് മാസങ്ങൾക്കകം തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ജില്ലയിൽ അതിശക്തമായ മഴ ഇടവിട്ട് തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതോടൊപ്പം ചേർത്ത് വെച്ച് പറയേണ്ട കാര്യം. മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് അട്ടപ്പാടി മേഖലയിലൊക്കെ ശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നെല്ലിയാമ്പതിയിലും നല്ല മഴ കിട്ടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ജില്ലയിൽ നിന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. നിഖിൽ പ്രമേഷാണ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ കലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. കല്ലൂർ സ്വദേശി രാജുവാണ് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സുർജിത്ത്, പറയൂ. അതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കല്ലൂരിൽ വെച്ചാണ് ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട യുവാവിന് നേരെ ആക്രമണം ഉണ്ടായത്, ആനയുടെ ആക്രമണം ഉണ്ടായത്. രാജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മാറോട് കോളനി സ്വദേശിയാണ്. ചികിത്സ ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത്. അവിടെ നിന്ന് നേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ഇന്ന് മരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ദേശീയപാതയിൽ നടന്നതാണ്. ദേശീയപാത ഉപരോധിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഈ രാജുവിനെ കാട്ടാന ആക്രമണിച്ച് പരിക്കേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിന് രൂപം കൊണ്ടത്. 1 മാസം മുമ്പ് കല്ലൂർ മാലക്കാപ്പിൽ ഗോത്ര യുവാവിനെ കാട്ടാന ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. 2 മാസമായി കല്ലൂർ, കല്ലുമുക്ക്, മാറോട് പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഇതിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായത്. ഇതിനുശേഷം ചില ഉറപ്പുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. വൈൽഡ് ലൈഫ് വാർഡൻ നേരിട്ടെത്തി ഈ രാജുവിന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും വഹിക്കുമെന്ന് ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ ഈ സർവകക്ഷി നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നിരുന്നത്. എന്തായാലും ഈ പ്രദേശങ്ങളിൽ, ആന ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ
നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പും ഇവർ നൽകിയിരുന്നു. എന്തായാലും ഇതിനിടയിലാണ് ഈ രാജുവിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പ്രാദേശികമായി ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള അമർഷം പ്രാദേശികമായ ആളുകൾക്കുണ്ട്. കാരണം നിരന്തരം കാട്ടാനകൾ ഈ മാറോട് അതോടൊപ്പം തന്നെ ഈ നൂൽപ്പുഴ ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇറങ്ങുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുമെന്ന ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്തായാലും മൃതദേഹം നാളെയാണ് എത്തിക്കുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്നത്. ഗോപി. സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മഴക്കെടുതികളുടെ റിപ്പോർട്ടുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ വൈകുന്നേരം. ന്യൂസ് ഈവനിംഗ് തുടരും. മറ്റു വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം. കനത്ത മഴ നാശം വിതച്ചിരിക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ. അവിടെ നിന്നും 24 റിപ്പോർട്ടർമാർ തത്സമയം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു ഈ വൈകുന്നേരം. കനത്ത മഴയിൽ ഇടുക്കിയിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം കടപുഴകി വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇടുക്കിയിൽ 3 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ചെറു ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. നീര്യമംഗലം പവർ ഹൌസിൽ മണ്ണിടിഞ്ഞു വീണ് ഫീഡറുകൾ തകർന്നിട്ടുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, എന്താണ് ഇടുക്കിയിലെ നിലവിലെ സാഹചര്യം? എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഇടങ്ങളിലാണ് ഇടുക്കിയിൽ കാര്യമായി ജനജീവിതത്തെ ഈ മഴക്കെടുതി ബാധിച്ചിട്ടുള്ളത്? ഏതൊക്കെ മണ്ണിടിച്ചിൽ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ഇടുക്കിയിലെ പൊതുവായുള്ള സാഹചര്യം? ഗോപികൃഷ്ണൻ, നിലവിലത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ മഴ ഒരല്പം ശമിച്ചിരിക്കുകയാണ്. മൂന്നാർ മേഖലയിൽ ഒരു പ്രദേശത്ത് മാത്രമാണ് നിലവിൽ മഴ പെയ്യുന്നതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്നലെ ഉച്ചയോട് തുടങ്ങിയ മഴ ഇടതടവില്ലാതെ ഇന്ന് രാവിലെ വരെ ശക്തമായി പെയ്തിരുന്നു. അതേ തുടർന്ന് വ്യാപകമായിട്ടുള്ള മണ്ണിടിച്ചിലാണ് ഹൈറേഞ്ച് മേഖലയിൽ പരക്കെ ഉണ്ടായിട്ടുള്ളത്. മൂന്നാറിലാണെങ്കിലും അതുപോലെ തന്നെ പീരിമേടാണെങ്കിലും നെടുങ്കണ്ടമാണെങ്കിലും ഉടുമ്പൻചോലയാണെങ്കിലും ഇവിടെയെല്ലാം വ്യാപകമായി മണ്ണിടിഞ്ഞിട്ടുണ്ട്. പലയിടത്തും മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാട്ടുപ്പെട്ടിയിൽ മണ്ണിടിഞ്ഞത് ഇന്നലെ രാത്രിയിലാണ്. അത് ആ മണ്ണ് റോഡിലേക്കാണ് വീണത്. പക്ഷേ ആ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇന്ന് രാവിലെ 9 മണി കഴിയേണ്ടി വന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ മണ്ണിടിച്ചിലിൽ കൂടി കടന്നു പോകാൻ ശ്രമിച്ചൊരു വാഹനം ആ മണ്ണിൽ പൊതഞ്ഞു പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നെടുങ്കണ്ട മേഖലയിലും മണ്ണിടിച്ചിൽ ചെറിയ തോതിലാണെങ്കിലും മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യം. ഗ്യാപ്പ് റോഡിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. പലയിടങ്ങളിൽ നീണ്ട നിരയിൽ ഇങ്ങനെ മണ്ണിടിഞ്ഞ് കിടക്കുകയായിരുന്നു. എന്തായാലും അതൊക്കെ ഭാഗികമായി മാറ്റിയെങ്കിൽ കൂടിയും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഗ്യാപ്പ് റോഡ് പൂർണ്ണമായിട്ടും പകലും രാത്രിയും എല്ലാം അടച്ചിരിക്കുകയാണ്. നിലവിൽ ഇടുക്കിയിലേക്കുള്ള രാത്രിയാത്ര ഇന്നലെ ഒരറിയിപ്പുണ്ടാകുന്നവരെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരുന്നു. അത് വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ്. അത് ഇന്നും ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം പലയിടങ്ങളിലും വ്യാപകമായിട്ട് കാറ്റുണ്ട്. കാറ്റിനെ തുടർന്ന് മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. 3 വീടുകൾ മരങ്ങൾ വീണാണ് കേടുപാട് സംഭവിച്ചത്. ഒരു വീട് വലിയ പാറയും അതുപോലെ തന്നെ മണ്ണും വന്ന് പതിക്കുകയായിരുന്നു. അത് പുന്നയാറിന് സമീപം 6-ാം കൂപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് റോയി എന്ന് പറയുന്ന ആളുടെ വീടാണ് അങ്ങനെ പാറയും അതുപോലെ തന്നെ മണ്ണും വന്ന് പതിച്ച് കേടുപാട് സംഭവിച്ചത്. ഉടുമ്പൻചോലയിലും അതുപോലെ തന്നെ ഉടുമ്പൻചോലയിലും നെടുങ്കണ്ടത്തും 2 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് മരം ഒടിഞ്ഞു വീണാണ്. വലിയ അപകടമല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കാഞ്ഞിരവേലയിൽ ഉണ്ടായത് ഒരു വീട് പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന അവസ്ഥയിലേക്കായിരുന്നു. അത് മരമൊടിഞ്ഞു വീണതല്ല, ശക്തമായ മഴയിൽ കാറ്റും ഒക്കെ കൊണ്ട് ആ വീടിന്റെ മേൽക്കൂര ഉൾപ്പെടെ പോയി മൺകട്ടയായിരുന്നു അതുൾപ്പെടെ കുതിർന്ന് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും അത്തരത്തിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഇടുക്കിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു അന്തിമ കണക്ക് എത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട്, എത്ര വീടുകൾക്ക് കൃത്യമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കണക്ക് ഇനിയും പുറത്തു വരാനുണ്ട്. ഒരുപാട് വീടുകൾക്കും അതുപോലെ തന്നെ ഒരുപാട് കൃഷിയിടങ്ങളും നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പക്ഷേ മഴ ഒരല്പം മാറി നിൽക്കുന്നു, അത് ആശ്വാസകരമായ കാര്യമാണ്. എങ്കിൽ കൂടിയും മഴ പെയ്യാനുള്ളൊരു മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, മഴ ഒരല്പം മാറി നിൽക്കുന്നുണ്ട് ഇടുക്കിയിൽ, അത് ആശ്വാസകരമാണ്. അതേസമയം തന്നെ മലയോര മേഖലയായതുകൊണ്ട് തന്നെ യാത്ര നടത്തുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്ന ഒരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്നും രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴ ഇപ്പോഴും തുടരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത മഴയിൽ കോഴിക്കോട് എരഞ്ഞിപ്പാലം കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂൾ ക്യാമ്പസ് വെള്ളത്തിനടിയിലായി. കനോലി കനാലിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൈതോടുകൾ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകി. രാഹുൽ, ഇപ്പോഴും ഈ വെള്ളം കയറിയ പ്രദേശങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ എരഞ്ഞിപ്പാലത്തെ കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂൾ അടക്കം ആ ക്യാമ്പസിൽ വെള്ളം കയറിയിരുന്നു. ആ താഴ്ന്ന പ്രദേശങ്ങളിൽ അധികം വെള്ളം കയറിയിട്ടുണ്ട് കോഴിക്കോട്. അവിടെയൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ടോ? ഏതൊക്കെ മേഖലകളിലാണ് കോഴിക്കോട് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്?
ഗോപി, കോഴിക്കോട് ഇപ്പോൾ റെഡ് അലർട്ട് തുടരുകയാണ്. പക്ഷേ 11 മണിക്ക് ശേഷം അതിശക്തമായ മഴയ്ക്കൊരു ശമനമുണ്ട്. നിലവിൽ മഴ മാറി നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി അതിശക്തമായ മഴയാണ് കോഴിക്കോട് രേഖപ്പെടുത്തിയത്. 3 ഇടങ്ങളിലാണ് 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്തിട്ടുള്ളത്. അതിൽ കക്കയത്ത് തന്നെ 229 മില്ലിമീറ്ററും പെരുവണ്ണാമൂഴിയിൽ 128ഉം കുന്നമംഗലത്ത് 126 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ കോഴിക്കോട് താലൂക്കിൽ 4 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഈ 4 ക്യാമ്പുകളിലായി 4 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. 36 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന ഇതിൽ പറയുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ 24 മണിക്കൂറിൽ 16 വീടുകൾ കോഴിക്കോട്ടെ വിവിധ ഇടങ്ങളിലായി തകർന്നിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പൂനൂർ പുഴയിൽ അപകടനിലയ്ക്ക് മുകളിലാണ് നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഈ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കക്കയം, കരിയത്തുംപാറ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വന്ന ചില മഴക്കെടുതിയുടെ വിവരങ്ങളിലേക്ക് കൂടി പോകാം. ചെറുവെണ്ണൂരിലാണ് ഉച്ചയ്ക്ക് 1:30 പക്ഷികളെ വളർത്തുന്ന ഒരു കെട്ടിടം തകർന്നു വീണിട്ടുള്ളത്. ഇതിന്റെ അകത്ത് 3 ആളുകൾ ഉണ്ടായിരുന്നു. വലിയ ശബ്ദം കേട്ട് ഇവർ 3 പേരും ഇറങ്ങി ഓടിയതുകൊണ്ട് തന്നെ പരിക്കേൽക്കാതെ ഈ 3 പേരും രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് കൊയിലാണ്ടി കോടതി വളപ്പിലാണ് ഒരു മരം കടപുഴകി വീണിട്ടുള്ളത്. ആർക്കും പരിക്കേറ്റിട്ടില്ല. അതോടൊപ്പം തന്നെ നാദാപുരം തലശ്ശേരി പാതയിൽ തൂണേരിയിൽ ഒരു കാറ് കുഴിയിൽ വീണിട്ടുണ്ടായിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് വഴിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഈ കുഴിയിൽ വീണതോടെ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മരത്തിലിടിക്കുകയായിരുന്നു. 3 പേർക്കാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുള്ളത്. ഇനി നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത് ഗോപി മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള കരുണ സ്കൂളിലാണ് ഉള്ളത്. ഇന്നലെ രാത്രി ഉണ്ടായ അതിശക്തമായ മഴയിലാണ് ഇവിടെ വെള്ളം കയറിയിട്ടുള്ളത്. ഇപ്പോഴും വെള്ളക്കെട്ട് കുറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കുട്ടികൾ ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ്. നിലവിൽ 10 പേരാണ് കരുണ സ്കൂളിലെ ക്യാമ്പസിൽ തുടരുന്നത്. ഈ നിലയിൽ പോകുകയാണെങ്കിൽ നാളെ ഇവിടെ വിദ്യാഭ്യാസം സ്കൂൾ തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിന് കാരണമായി പറയുന്നത് ഈ കനോലി കനാലിൽ ജലനിരപ്പ് ഉയരുന്നതാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം. കനോലി കനാലിൽ ഇപ്പോഴും അതിശക്തമായ നീരൊഴുക്ക് തന്നെയുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇടവഴികളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത്. ഈ കരുണ സ്കൂൾ പോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. മഴക്കാല പൂർവ്വ പ്രവർത്തികൾ നടക്കാത്തതാണ് കാര്യമായി വെള്ളം ഒഴുകി പോകാത്തതിന് കാരണമെന്ന കാര്യം നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടല് വെള്ളം എടുക്കാത്തതും ഒരു പ്രശ്നമായി പറയുന്നുണ്ട്. എന്നാണെങ്കിലും ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുകയാണെങ്കിൽ ഈ കയറിയ വെള്ളക്കെട്ട് ഒഴിവാകാത്ത സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, മാവൂർ ഉൾപ്പെടെയുള്ള പല മേഖലകളിലും കാര്യമായി തന്നെ കൃഷിനാശവും കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോപി, ശരി. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം ചങ്ങരംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറം ചങ്ങരംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂറ്റൻ പൂമരം കടപുഴകി വീണിട്ടുണ്ട്. കുന്നുമ്മൽ താമരക്കുഴിയിൽ വാഹനത്തിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരവും വരുന്നു മലപ്പുറത്ത് നിന്ന്. എടവണ്ണപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിന് മുകളിൽ മരം വീണ് ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കാടാമ്പുഴയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. ആർക്കും പരിക്കില്ല. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പുഴയോരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷഹദ് റഹ്മാനുണ്ട് മലപ്പുറത്ത് വിവരങ്ങൾ നൽകാൻ. ഷഹദ്, എനിക്ക് തോന്നുന്നു അവിടെ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റ് വീശിയതാണ് യഥാർത്ഥത്തിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളതെന്നാണ്. വലിയ മരങ്ങൾ കടപുഴകി വീണിട്ടുള്ള അപകടങ്ങളാണല്ലോ മലപ്പുറത്ത് ഏറിയ തോതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് ഷഹദ് മലപ്പുറത്തെ നിലവിലെ സാഹചര്യം? ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് മലപ്പുറം ജില്ലയിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്ന് പറയുന്നത് ഈ മരം കടപുഴകി വീഴുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബസ്സിന് മുകളിലേക്ക് വീഴുന്നു, അതുപോലെ തന്നെ പിക്കപ്പ് വാനിന്റെ മുകളിലേക്ക് വീഴുന്നു, വീടിന് മുകളിലേക്ക് വീഴുന്നു, റോഡിലേക്ക് വീഴുന്നു. അത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ഇന്ന് ഈ സമയം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ മലപ്പുറം കളക്ടറേറ്റിന് പുറകുവശത്ത് ഈ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഈ മരം കടപുഴകി വീണതാണ് ഒരു അനർത്ഥ സംഭവം എന്ന് പറയാൻ കാരണം. അതിലുണ്ടായിരുന്ന ഡ്രൈവർക്കും ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കും ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരാളുടെ കൈക്കും മറ്റൊരാളുടെ ചെവിക്കും ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവർ ചികിത്സയിലാണ് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന്, ഈ ഭാരതപ്പുഴയിൽ ഈ വെള്ളം വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിലുള്ള ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം പാലിക്കാൻ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഇന്ന് പാലക്കാട്
മണർക്കാട് നമ്മൾ ഒരു ദൃശ്യം കണ്ടതാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ്. കാരണം ഈ ജലാശയത്തിൽ പോവുകയും പിന്നീട് വലിയ രീതിയിൽ ഈ വെള്ളം കുത്തിയൊലിച്ച് വരുന്നൊരു കാഴ്ചയുണ്ട്. അപ്പോൾ സമാനമായ രീതിയിൽ മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഈ ജലാശയങ്ങൾ അതുപോലെ തന്നെ പെട്ടെന്ന് ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലും വരാൻ സാധ്യതയുള്ള കുറെ അധികം സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ഇടങ്ങളിൽ പോകുന്ന ആളുകളോട് ജാഗ്രത പാലിക്കണമെന്നും അതോടൊപ്പം തന്നെ പരമാവധി ഇത്തരം സ്ഥലങ്ങളിൽ പോകാതെ മാറി നിൽക്കണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ പുറപ്പെടുവിക്കുന്നത്. കാരണം ഈ മലവെള്ളപ്പാച്ചിൽ എപ്പോഴാണ് വരിക, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ എപ്പോഴാണ് ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇത്തരം ഇടങ്ങളിൽ പോയി പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആളുകളായിരിക്കും, പല ഇടങ്ങളിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും, ആ ഭൂപ്രദേശത്തെ പറ്റി കാര്യമായിട്ട് അറിവില്ലാത്ത ആളുകളായിരിക്കും. അപ്പോൾ ഇത്തരം ഇടങ്ങളിൽ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ TK കോളനി എന്ന് പറയുന്ന ഇപ്പോഴത്തെ TK നഗർ ഒക്കെ വലിയ രീതിയിൽ അപകടം വിളിച്ചു വരുത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ മലവെള്ളപ്പാച്ചിൽ ഏത് നിമിഷവും വരാവുന്ന ഇടം കൂടിയാണ്. അപ്പോൾ ഈ മേഖലയിലേക്ക് വലിയ രീതിയിൽ ആളുകൾ പോകുന്നുണ്ട്, കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ മഴ ആസ്വദിക്കാനും വെള്ളത്തിൽ കുളിക്കാനും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഇടങ്ങളിൽ പോകുന്ന ആളുകൾ പരമാവധി അടുത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ അലേർട്ടുകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം ഇടങ്ങളിൽ പോകരുത് എന്നൊരു നിർദ്ദേശമാണ് പ്രധാനമായിട്ടും ബന്ധപ്പെട്ട വകുപ്പുകൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ മഴക്കാലമാകുന്ന ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഈ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാറുണ്ട്. പക്ഷേ ഇത്തവണ അത്തരം പതിവുകൾ എവിടെയും കണ്ടില്ല, അല്ലെങ്കിൽ അത്തരം മരങ്ങളൊന്നും മുറിച്ചു മാറ്റുന്നത് എവിടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ ഈ മഴ ശക്തി പ്രാപിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കാറ്റ് ചെറിയ രീതിയിൽ വീശുമ്പോഴേക്കും വലിയ രീതിയിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു കാഴ്ച തുടർച്ചയായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് പലയിടങ്ങളിലും ഈ വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും താറുമാറാകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന പശ്ചാത്തലത്തിൽ. KSEB ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെട്ടാണ് ഇത്തരം ഇടങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് എടവണ്ണപ്പാറ, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ തുടങ്ങിയ നിലമ്പൂർ തുടങ്ങിയ മേഖലകളിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ പെട്ടെന്ന് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ശരി ഷഹദ, മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. മലപ്പുറത്തെ സാഹചര്യം ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണിട്ടുണ്ടായിട്ടുള്ള അപകടങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. പുഴയോരത്ത് ജലനിരപ്പ് ഉയരുന്നതുകൊണ്ട് തന്നെ പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷഹദ് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ന്യൂസ് ഈവനിംഗ് ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഉണ്ടായിട്ടുള്ള മഴക്കെടുതികളുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകുന്ന ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റ് രണ്ടിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പരിശോധിക്കാം. തിരികെ വരും. ഇനി നമുക്ക് പോകാനുള്ളത് കാസർഗോഡ്, കൊല്ലം, തൃശൂർ ജില്ലകളിലേക്കാണ്. കാസർഗോഡ് ജില്ലയിലും മഴ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ സമീർ C. മുഹമ്മദ് നൽകും. മഞ്ചേശ്വരം നീലേശ്വരം താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ മരം കടപുഴകി വീണു. കയ്യൂർ ഞണ്ടാടിയിൽ കാറ്റിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. സമീർ C. മുഹമ്മദ് കാസർഗോഡ് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സമീർ, കാസർഗോഡ് എവിടെയൊക്കെയാണ് മഴക്കെടുതികൾ? സമീർ, കാസർഗോഡ് ഏതൊക്കെ മേഖലകളിലാണ് മഴ കാര്യമായി ജനജീവിതത്തെ ബാധിച്ചത്? ഗോപി, കാസർഗോഡും ശക്തമായ മഴയാണ് ഉച്ചവരെ ലഭിച്ചിരുന്നത്. ഇപ്പോൾ അല്പം ആശ്വാസമുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇന്നലെയും ഇന്നുമായി കൊണ്ടുള്ള പെയ്ത മഴയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഉണ്ടായിട്ടുള്ളത് ഇന്ന് ജില്ലയിൽ 2 വീടുകൾ തകർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണുകൊണ്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുല്ലൂർ വണ്ണാർ വയലിലെ അമ്മാളു അമ്മയുടെ വീടാണ് തെങ്ങ് വീണ് തകർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞണ്ടാടിയിൽ രവീന്ദ്രന്റെ വീട് ഭാഗികമായും തകർന്നിരിക്കുന്നു. മരം വീണാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. 2 അപകടം ഉണ്ടാകുമ്പോഴും വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. അതുപോലെ മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നത് നീലേശ്വരം താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന് മുകളിലേക്കാണ് വലിയ ഒരു മരം കടപുഴകി വീഴുകയും കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും അതുപോലെ തന്നെ ആശുപത്രി അധികൃതർ ഉൾപ്പെടെയുള്ളവർ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ജില്ലയിൽ വലിയ രീതിയിലാണ് കാർഷിക നാശം ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞണ്ടാടിയിൽ ഉണ്ടായിട്ടുള്ള ശക്തമായ കാറ്റിൽ തെങ്ങ്, അതുപോലെ തന്നെ കവുങ്ങ്, റബ്ബർ, വാഴ ഉൾപ്പെടെയുള്ള കൃഷിനാശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ജില്ലയിൽ പ്രധാനപ്പെട്ട മറ്റു നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത് ഹൈഡൽ ടൂറിസം അതുപോലെ തന്നെ ഹിൽ ടോപ്പ് ടൂറിസത്തിനുമുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണമാണ്. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മലയോര മേഖലയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ടൂറിസം കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ജലാശയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടൂറിസം കേന്ദ്രങ്ങളും പ്രവർത്തിക്കരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് ജില്ലയിൽ ഈ തീരദേശ മേഖലയാണ്, കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇന്നലെ ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലയിലെ വിവിധ
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. ഇന്ന് മുഹറത്തിൻ്റെ ഒഴിവായത് കൊണ്ട് തന്നെ പ്രത്യേകം അവധി പ്രഖ്യാപിക്കേണ്ടതില്ല, അവധിയാണ്. എന്നാൽ ഈ വിധത്തിലുള്ള മഴ തുടരുന്ന ഘട്ടമുണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെയും അവധി ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ നാളത്തെ അവധി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടില്ല, ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചിട്ടില്ല. കനത്ത ജാഗ്രതയോടുകൂടി തന്നെയാണ് കാസർഗോഡ് ജില്ലയും മുന്നോട്ട് പോകുന്നത്. മഴ ശക്തമാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. കൊട്ടാരക്കര പവിത്രേശ്വരത്ത് കാറ്റിലും മഴയിലും വീട് ഭാഗികമായി തകർന്നു. വീടിന് മുകളിലേക്ക് പുളിമരം വീഴുകയായിരുന്നു. ആളപായമില്ല. എ.ബി. ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ജയശങ്കർ, എന്താണ് പറയൂ? ഗോപി, കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ കാറ്റിലും മഴയിലുമാണ് പവിത്രേശ്വരത്ത് രാധാകൃഷ്ണപിള്ളയുടെ വീടിന് മുകളിൽ ഈ പുളിമരം ചായുന്നൊരു അവസ്ഥയുണ്ടായത്. ഈ മരം വീടിൻ്റെ ഓടിട്ട ഭാഗത്താണ് വീണത്. ഈ മരം വീണതിൽ വീട് ഭാഗികമായി തകരുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ സമയത്ത് ഇവിടെ ആരും ഇല്ലാത്തൊരു അവസ്ഥയായതുകൊണ്ട് ആർക്കും ആളപായം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ കൊട്ടാരക്കര പ്രദേശത്ത് മഴയ്ക്കുപരി വലിയ തോതിലുള്ള കാറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഈ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. 8ഓളം ഇടങ്ങളിൽ ഈ മരം കട്ടപ്പുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറെ പ്രദേശങ്ങളിൽ KSEBയുടെ വൈദ്യുതി പോസ്റ്റുകൾ തകരുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് പൊതുവെ പ്രദേശത്ത് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം മാത്രമാണ് ഉണ്ടായത്. പക്ഷേ വൈകുന്നേരത്തോടു കൂടി വ്യാപക മഴയ്ക്കുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കാരണം വലിയ തോതിൽ ഈ വനമേഖല ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ വനമേഖലയിൽ ഉൾപ്പെടെ വലിയ തോതിൽ വനത്തിനുള്ളിൽ മഴ പെയ്യുന്നു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. വനംവകുപ്പ് ഉൾപ്പെടെ ഈ വനപാതകളിലൂടെ കാറിൽ മറ്റും സഞ്ചരിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഈ 2 പാതയോരത്തും വലിയ തോതിലുള്ള മരങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യം കൊണ്ട് തന്നെ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പാലരുവി ഉൾപ്പെടെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഇന്നും ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. ഈ പ്രദേശത്ത് മഴയ്ക്കൊപ്പം തന്നെ വലിയ തോതിലുള്ള കാറ്റാണ് വലിയ വെല്ലുവിളി. ഈ കാറ്റിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇത്തരത്തിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കൊല്ലം ജില്ലയിൽ പ്രത്യേക മുന്നറിയിപ്പ് ഇല്ലെങ്കിൽ പോലും ഈ മലയോര മേഖലകളിൽ വലിയ തോതിലുള്ള മരവും മറ്റും വീഴാനുള്ള സാഹചര്യവും മറ്റും നിലനിൽക്കുന്നതിനാൽ കാറ്റിന്റെ എല്ലാം ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പെയ്യുന്ന ശക്തമായ മഴയിൽ അതിനെ തുടർന്നുണ്ടായ ദുരിതങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതമുഖത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം നൽകുകയായിരുന്നു. ന്യൂസ് ഈവനിങ്ങിൽ ഇനി നമ്മൾ ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ പ്രേക്ഷകർക്കൊപ്പം ചേരും. ഒപ്പം സോനാജരി ഉടൻ. നമസ്കാരം.